അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരങ്ങളും ദുആകളും ദിക്റുകളും ഖുർആനുകളും എല്ലാം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ദിക്റുകൾ ചൊല്ലാനും ദുആ ചെയ്യാനും നിസ്കരിക്കുവാനും സ്വലാത്ത് ചൊല്ലാനും ഖുർആൻ ഓതാനും നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു ഇദാ കുൻതും സലാസതൻ നിങ്ങൾ മൂന്ന് ആൾമാർ ഒരുമിച്ച് കൂടിയാലുണ്ട് കണ്ടെങ്കിൽ ഞങ്ങളൊട്ടിಗೆ ഇപ്പൊ മൂന്ന് ആൾമാർ ഒരാളൊട്ടിಗೆ മൂന്ന് ആൾമാരുണ്ടായി. ഇപ്പൊ ഈ പള്ളിയിലുള്ള മൂന്ന് ആൾമാർ മാത്രമുള്ള രണ്ട് പേർക്ക് അതേപോലെ ഔത്തുലാവട്ടും ബസ് സ്റ്റാൻഡിലാവട്ടും ഞങ്ങൾ വെച്ചിട്ടുള്ള ഏതൊരു ജാഗയും മൂന്നാൾമാർ മാത്രം ഇല്ലെങ്കിൽ അപ്പൊ ഒരാള് കൊണ്ടു ചണ്ടാനെന്തിരാവത്തീര സൗകാര്യം കൊണ്ടൊടുക്കുത്തീര. ഒരാൾ ഒരു ജാഗ്രത തെച്ചിടിക്കുമ്പോ അയാൾക്ക് കേൾക്കാത്ത രൂപത്തിൽ മെല്ലെ പോയിട്ട് കൊണ്ടൊടുക്കുത്തീര. അല്ലെങ്കിൽ അയാളെ മുട്ടത്ത് ചണ്ടാനെച്ച് അപ്പുറം പോയിട്ട് മെല്ലെ കൊണ്ടൊടുക്കുത്തീര. ഒന്ന് അയാൾക്ക് കേൾക്കുന്ന രൂപത്തിൽ അയാൾ എതിർലെ കൊണ്ടുപോകും. അയാൾ വ്യാഖ്യാനം എന്താവുന്നു തീര. ഒരാളെ വിട്ടിട്ടു ചണ്ടാണ് മാത്രം സൗകാര്യം കൊണ്ടൊടുക്കും തീര. എത്രത്തോളം എന്താക്ക അയാള് ചമ്മ ആൾമാരെ ഇടയിൽ പോയിട്ട് ഒരുമിച്ച് കൊണ്ടു കൊടുത്തോളാം. ചമ്മ ആൾമാരിന്ന് അവിടെ ചണ്ടാറ് കൊണ്ടിലേക്ക് തൊന്തരയില്ല. മൂന്നാല് മാത്രമുള്ള ടീമുകളും അവിടെ നാലഞ്ചാറ് ആൾമാർ പന്നപ്പിന്റെ മുന്നിലേക്ക് തൊന്തരയില്ല. വെറും മൂന്നാലിക്കുമ്പോ ഒരാള് പൊട്ടിട്ടു എന്താവുന്നു തീരെ മുന്നോട്ട് തീര. കാരണം എന്താ ശ്രദ്ധിച്ചെങ്കിൽ മുണ്ടിട്ട് ചെന്നാൽ മാത്രം മുണ്ടല്ലേ അയാൾക്ക് ಗೊತ್ತಾവാത്ത രൂപത്തിൽ അത് എന്തിനു മുന്നേക്കും അയാളെ വ്യാഖ്യാനാവട്ടെ എതിർലാവട്ടോ അത് അയാളെ കൽബുകോ ഭയങ്കര നൊമ്പലാവുടോ ഞങ്ങളുടെ മേലെ എന്തിനുള്ള ചിന്ത അയാൾക്ക് പറഞ്ഞത് ഞങ്ങൾ കാരണാവുക. അയാളുടെ മനസ്സിൽ ഞങ്ങളെ കുറിച്ചിട്ട് തപ്പ് വേറെ പറഞ്ഞും ഒരു ചിന്ത പറഞ്ഞും ഞങ്ങൾ ചെന്നാൽ കാരണാവുക. അപ്പൊ ഞങ്ങൾ എന്താക്കണു തീരാ. ഇതിന് ഞങ്ങൾക്ക് പഠിക്കൊടുക്കൂല്ലേ. ഒരാളെ മനസ്സിൽ ഞങ്ങൾ നൊമ്പലാക്കണു തീരാ. ഒരാളെ ബാക്കിൽ വെച്ചിട്ട് ഞങ്ങൾ എന്താക്കണു തീരാ. ചെണ്ടാൽ മാത്രം സ്വകാര്യം കൊണ്ടുമ്പോ അയാൾക്ക് ബേജാറാവണു. അപ്പൊ ഞങ്ങൾ ആക്കണു തീരാ. ഞങ്ങളെ കൈക്കൊണ്ടു ആർക്കും നൊമ്പലാവണു തീരാ. ഞങ്ങളെ കണ്ണുകൊണ്ട് ആർക്കും നൊമ്പലാവണു തീരാ. ഞങ്ങളെ നാവ് കൊണ്ട് മൊത്തത്തിൽ ഞങ്ങളുടെ ശരീരം മുഴുവൻ കൊണ്ടും ഇതൊരാൾക്ക് നൊമ്പലാവണു തീരാ. തൊന്തരാവണു തീരാ. ബുദ്ധിമുട്ടാവണു തീരാ. അല്ലാഹു തആല ഇതുപോലത്തെ കാര്യമെല്ലാം ജാഗ്രതയാക്കി ജീവിക്കുമ്പോൾ നമുക്കും നിൽക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ മാപ്പാക്കണം. അല്ലാഹ് ഞങ്ങളുടെ എല്ലാവരും ദുആനെ സ്വീകരിക്കണം. അല്ലാഹ് നമ്മൾ ചൊല്ലിയതും കേട്ടതും നീ സ്വാലിഹായ അമലാക്കണം. അല്ലാഹ് നമ്മൾ ദുനിയാവും ആഖിറത്തിന്റെ എല്ലാ സേവനങ്ങളെയും കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ മനസ്സിൽ മറ്റൊരാളെ വേദനാക്കുന്ന പോലത്തെ ഒരു അവസ്ഥ നമുക്ക് ആർക്കും നീ എത്തിക്കരുത്. അല്ലാഹ് നമ്മളെല്ലാവരും മനസ്സിൽ ക്ലിയർ ആക്കണം. അല്ലാഹുവേ നാവ് കൊണ്ടും കണ്ടുകൊണ്ടും കാതുകൊണ്ടും കൈകാലുകളെ കൊണ്ട് നല്ലത് മാത്രം കാണാനും കേൾക്കാനും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ നാവ് കൊണ്ട് നീ ഇഷ്ടപ്പെടാത്ത നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടാത്ത സംസാരങ്ങൾ നമ്മുടെ നാവ് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാനെ ഈ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട് മുത്തനബിയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നീ മാപ്പാക്കണേ റബ്ബേ. നമ്മുടെ കൽബിനെ ശുദ്ധിയാക്കണമല്ല. നമ്മുടെ ബാപ്പ ഉമ്മാക്കും ഭാര്യ മക്കൾക്കും കൂട്ടുകാർക്കും നമ്മുടെ ചങ്ങായിമാർക്കും നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ റബ്ബേ. അവർക്ക് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമല്ല. നമ്മുടെ സഹോദര സഹോദരിമാർ, അവരുടെ ഭാര്യമാർ, അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ മക്കൾ, അവർക്ക് എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ റബ്ബേ. മൊത്തത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണമല്ല. നമ്മുടെ കൂട്ടുകാരിൽ നീ ബറക്കത്ത് നൽകണേ റബ്ബേ. അവരുടെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണമല്ല. ഈ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുആക്ക് ഉത്തരം നൽകണേ റബ്ബേ. മക്കൾ കാരണമായി നരകത്തിൽ പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ആർക്കും നീ എത്തിക്കരുത് റബ്ബേ. ബാപ്പുമ്മ
തമ്പുരാന്റെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന സ്വർഗത്തിന്റെ മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ നീ പെടുത്തണം അല്ലാഹ്. നാളെ നാം മരിച്ചാൽ നമുക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന, ദിക്ർ ചൊല്ലുന്ന, ദുആ ചെയ്യുന്ന, ബാപ്പുമ്മാനെ മറക്കാത്ത നല്ല മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ നീ പെടുത്തണേ റബ്ബേ. നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നാഫിയായ 2 വിദ്യാഭ്യാസവും നൽകി അനുഗ്രഹിക്കണമെന്ന്. 2 ലോകത്തും നമ്മെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. കാമിലായ ഈമാനോട് കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ.